ലീഡർ എന്ന് കേട്ടാൽ കേരളീയരുടെ മനസ്സിൽ തെളിയുന്ന ഒരേ ഒരു രൂപം കെ കരുണാകരന്റേതാണ്. ഒരുപാട് നേതാക്കൾ കടന്നു വന്നെങ്കിലും ലീഡർ എന്ന ആംഗലേയ പദം ആഴത്തിൽ പ്രതിഫലിപ്പിച്ച നേതാവാണ് കെ കരുണാകരൻ. കെ കരുണാകരൻ എന്ന പേരില്ലാതെ കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലം കേരളത്തിൽ ഒരു രാഷ്ട്രീയ ചർച്ചയും നടക്കാറില്ല. പ്രതിയായും വാദിയായും ആശ്രിത വത്സലനായും മലയാളിയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന മറ്റൊരു രാഷ്ട്രീയ രൂപം വേറെ കാണില്ല. ആദ്യം മുതലേ അതിസാഹസികമായിരുന്നു കെ കരുണാകരന്റെ രാഷ്ട്രീയ ജീവിതം. അധികം ആരും അറിയാതെ, അറിയിക്കുവാൻ താല്പര്യപ്പെടാതെ ജ്വലിക്കുന്ന പോരാട്ടങ്ങളിലൂടെയാണ് നാം ഇന്നറിയുന്ന കെ കരുണാകരൻ വളർന്നത്. ജന്മം കൊണ്ട് ജന്മി കുടുംബാംഗമായിരുന്ന കരുണാകരൻ കർമ്മം കൊണ്ട് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ദത്തുപുത്രനായി. കണ്ണൂരിലെ ചിറക്കൽ കോവിലകത്തിന് വെളിപ്പാട് അകലെയാണ് കരുണാകരൻ ജനിച്ച കണ്ണോത്ത് തറവാട്. ഒന്നാം ലോക മഹായുദ്ധം കൊടുമ്പിരിക്കൊണ്ട കാലം. 1918 ജൂലൈ 5 കാർത്തിക നക്ഷത്രത്തിലായിരുന്നു കെ കരുണാകരന്റെ ജനനം. അച്ഛൻ കിഴക്കേ കരമ്മൽ തെക്കേഴത്ത് രാവുണ്ണിമാരാർ, അമ്മ കണ്ണോത്ത് തറവാട്ടിലെ കല്യാണി മാരസ്യാർ. ഭക്തിയും ഈശ്വര വിശ്വാസവും മുറ്റിനിന്ന ഗൃഹാന്തരീക്ഷം. കരുണാകരൻ മാതാപിതാക്കൾക്കൊപ്പം മുഴപ്പിലങ്ങാട് താമസിക്കുന്ന കാലത്താണ് മഹാത്മാഗാന്ധിയുടെ മലബാർ സന്ദർശനം. ഗാന്ധിജിയെപ്പറ്റി ഏറെയൊന്നും പഠിച്ചില്ലെങ്കിലും ആ മഹാത്മാവിനെ കാണാൻ കൊച്ചു കരുണാകരന്റെ ഉൾത്തടം തുടിച്ചു. പയ്യന്നൂരിലേക്കുള്ള യാത്രാമധ്യേ എടക്കാട് സ്റ്റേഷനിൽ വന്നു നിന്ന തീവണ്ടിയിൽ നിന്ന് ആരവങ്ങൾക്കിടയിൽ 3ാം ക്ലാസ് കമ്പാർട്ട്മെന്റിന്റെ വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ട തേജസ്സാർന്ന രൂപം. കരുണാകരൻ എന്ന 11 വയസ്സുകാരൻ ഗാന്ധിജിയെ കണ്ടു. ഗാന്ധിയൻ ചിന്തകളുടെ പൊരുളും അകവും തേടിയുള്ള തീർത്ഥയാത്ര അവിടെ ആരംഭിക്കുകയായിരുന്നു. വിപ്ലവ ചിന്തയും രാഷ്ട്രീയ ബോധവും തലയ്ക്ക് പിടിച്ച ബാല്യകാലം തന്റെ പേരിനൊപ്പമുള്ള ജാതി പേര് കരുണാകരൻ മുറിച്ചു കളഞ്ഞു. പോരാട്ടങ്ങൾ അവിടെ തുടങ്ങുന്നു. വായനയിലും പഠിപ്പിലും ഒരു ശരാശരി വിദ്യാർത്ഥി മാത്രമായിരുന്നു കെ കരുണാകരൻ. പക്ഷേ ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും ചിത്രങ്ങൾ വരച്ച് തന്റെ ഉള്ളിലെ കലാകാരന്റെ സ്വത്വം പ്രകാശിതമാക്കി. അങ്ങനെ തൃശൂർ MIT-യിൽ ചേർന്ന് ചിത്രകലയിൽ ഡിപ്ലോമ കരസ്ഥമാക്കി. ദേശീയ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊണ്ട നാളുകൾ. തൃശൂരിലെ മണ്ണ് കരുണാകരനിലെ രാഷ്ട്രീയ നേതാവിന് വളക്കൂറുള്ളതായി. വടക്കുംനാഥന്റെ സവിധത്തിൽ നിന്ന്, ശക്തൻ തമ്പുരാന്റെ മണ്ണിൽ നിന്ന് രാഷ്ട്രീയ നേതാവായ കരുണാകരന്റെ ചരിത്രം തുടങ്ങുന്നു. തൃശൂരിലെ പീഡിക തൊഴിലാളികൾക്കിടയിലും സീതാറാം മിൽ തൊഴിലാളികൾക്കിടയിലും അന്തിക്കാട്ടെ ചകിരി തൊഴിലാളികൾക്കിടയിലും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പുത്തൻ ഗാഥകൾ അദ്ദേഹം രചിച്ചു. ഒരു തൊഴിലാളി നേതാവിന്റെ നിശ്ചയദാർഢ്യത്തോടെ പൊരുതുമ്പോഴാണ് രാഷ്ട്രീയ പ്രതിയോഗികളിൽ നിന്ന് ആദ്യ ഗൂഢാലോചനയുണ്ടായത്. തൃശൂരിലെ തട്ടിൽ എസ്റ്റേറ്റ് കേസിൽ കരുണാകരൻ പ്രതി ചേർക്കപ്പെട്ടു. പിന്നെ ഒളിവ് ജീവിതം. 9 വയസ്സായ മകനെയും 8 പൊട്ടും തിരിയാത്ത മകളെയും അടുപ്പിച്ചു നിർത്തി മൂർധാവിൽ ചുംബനം നൽകി ആ പിതാവ് 2 ജോഡി വസ്ത്രങ്ങളുമായി അജ്ഞാതവാസത്തിന് തിരിക്കുകയായിരുന്നു. തുണിസഞ്ചിക്കടിയിൽ സഹധർമ്മിണി കല്യാണിക്കുട്ടിയമ്മ തിരികെ വെച്ച കണ്ണീരിൽ കുതിർന്ന 100ന്റെ നോട്ട് നെഞ്ചോടടുക്കി രാത്രിയുടെ ഏതോ യാമങ്ങളിൽ ഇരുളിന്റെ മറപറ്റി വീട് വിട്ടിറങ്ങിയ കെ കരുണാകരന് പിൽക്കാലത്ത് ഒത്തിരി അഗ്നിപരീക്ഷകളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. പക്ഷേ ആ പീഡന പർവങ്ങൾക്കൊന്നും കെ കരുണാകരൻ എന്ന പോരാളിയെ തകർക്കാനായില്ല. ഭീതിയുടെയും ഒറ്റപ്പെടലിന്റെയും നിമിഷങ്ങളെ പുഞ്ചിരിച്ചുകൊണ്ട് നേരിടാൻ കരുണാകരൻ പഠിച്ചത് അവിടെ മുതലാണ്. 1942 ഓഗസ്റ്റ് 9 രാജ്യമാകമാനം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം അലയടിക്കുന്നു. പ്രജാമണ്ഡലത്തിന്റെ നേതാവായിരുന്ന VR കൃഷ്ണൻ എഴുത്തച്ഛൻ ഉൾപ്പെടെയുള്ളവരെ AICC സമ്മേളനം കഴിഞ്ഞ് മടങ്ങവേ ഒറ്റപ്പാലത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. നേതാക്കളുടെ അറസ്റ്റ് വാർത്ത അറിഞ്ഞതോടെ കെ കരുണാകരൻ ഉൾപ്പെടെയുള്ളവർ ഹർത്താലിന് ആഹ്വാനം നൽകി. ഓഗസ്റ്റ് 15 മണികണ്ഠനാൽ പരിസരത്ത് നിരോധനം ലംഘിച്ച് പ്രതിഷേധ സമ്മേളനം നടത്താൻ പ്രജാമണ്ഡലം തീരുമാനിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ആൽത്തറയിൽ നിന്ന് ഘോരഘോരം പ്രസംഗിച്ച CS നീലകണ്ഠയ്യരെ പോലീസ് ബൂട്ടിട്ട് ചവിട്ടി മെതിച്ചു. ചുറ്റും കൂടിയ ആയിരങ്ങൾ നിശ്ചേഷ്ടരായി. അപ്പോൾ ഉശിരിന്റെ ഉടലായി മിന്നൽ പോലെ കയ്യിൽ മൂവർണ്ണ കൊടിയുമായി ഒരു ചെറുപ്പക്കാരൻ ആൽത്തറയിൽ ചാടിക്കയറി. മഹാത്മാഗാന്ധി കി ജയ്, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം വിളിച്ച ആ ചെറുപ്പക്കാരനെ പോലീസ് കണക്കറ്റു മർദ്ദിച്ചു. കുഴഞ്ഞു വീണ ആ ചെറുപ്പക്കാരനെ വലിച്ചിഴച്ചുകൊണ്ടു പോകുമ്പോഴാണ് അത് കെ കരുണാകരനാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ജ്വാല വിദ്യാർത്ഥികളിലേക്ക് പകർന്നവരിൽ പ്രധാനിയായിരുന്നു കരുണാകരൻ.
അങ്ങനെ പ്രഗത്ഭമതികൾക്കൊപ്പം അദ്ദേഹം വിയ്യൂർ ജയിലറകളിലായി. ഇക്കണ്ട വാര്യർ, പനമ്പിള്ളി ഗോവിന്ദമേനോൻ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ, MK മേനോൻ, കവി P ഭാസ്കരൻ തുടങ്ങിയവർക്കൊപ്പമായിരുന്നു K കരുണാകരൻ. ജയിലിന്റെ ചുമരുകളിൽ പോലും രക്തവും പച്ചിലയും കൊണ്ട് മൂവർണ്ണ കൊടിയുടെ ചിത്രം വരച്ച K കരുണാകരന്റെ സമരാവേശത്തെ സഹപ്രവർത്തകർ പിൽക്കാലത്ത് രേഖപ്പെടുത്തി. നീണ്ട 13 മാസം വിയ്യൂർ ജയിലിലെ തടവ് കരുണാകരന്റെ സഹനശേഷിയും പക്വതയും വർദ്ധിപ്പിച്ചു. 1943 നവംബറിൽ മോചനം. പിന്നെ തൃശൂരിൽ കോൺഗ്രസ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കാനുള്ള കഠിന യജ്ഞങ്ങൾ. തെരഞ്ഞെടുപ്പുകൾ കരുണാകരന് എന്നും ഒരു ഉത്സവമായിരുന്നു. സുരക്ഷിത മണ്ഡലത്തിൽ കയറി നിന്ന് വിജയം ഉറപ്പിക്കാനുള്ള കുറുക്കുവഴികൾ തന്റെ തെരഞ്ഞെടുപ്പ് ജീവിതത്തിൽ ഒരിക്കലും കരുണാകരൻ സ്വീകരിച്ചിരുന്നില്ല. 52-ലും 54-ലും 57-ലും തോൽക്കുമെന്നുറപ്പുള്ള നിയോജക മണ്ഡലങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ കെട്ടിവെക്കുകയായിരുന്നു. പക്ഷേ ഓരോ തെരഞ്ഞെടുപ്പുകളിലും കൂടുതൽ ജനകീയത കൈവരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. രാഷ്ട്രീയ തിരക്കുകൾക്കിടയിൽ വിവാഹം കഴിക്കണമെന്ന് കരുണാകരനെ നിർബന്ധിച്ചത് AV കുട്ടിമാളു അമ്മയും പനമ്പിള്ളിയുടെ സഹധർമ്മിണി മാധവിയമ്മയും മറ്റുമായിരുന്നു. അമ്മാവൻ തെക്കേടത്ത് രാഘവൻ നായരുടെ മകൾ കല്യാണിക്കുട്ടി K കരുണാകരന്റെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നത് ഒരു നിയോഗം പോലെയായിരുന്നു. സുന്ദരിയും ബിരുദധാരിയുമായ കല്യാണിക്കുട്ടിയമ്മ അമ്മാവന്റെ മകളായിരുന്നെങ്കിലും വലിയ അടുപ്പമൊന്നും ഇരുവരും തമ്മിൽ വിവാഹത്തിനു മുൻപ് ഉണ്ടായിരുന്നില്ല. കണ്ണനും കല്യാണിയും നൽകിയ ആത്മബലമാണ് തന്റെ ജീവിതത്തിലെ വിജയത്തിന് കാരണമെന്ന് ലീഡർ പലവട്ടം പറഞ്ഞു വച്ചിട്ടുണ്ട്. ജീവിതത്തിൽ വെളിച്ചമായി പത്നിയും ശക്തിയായി ഗുരുവായൂരപ്പന്. 1954 ജൂൺ 3-ന് K കരുണാകരൻ മുറപ്പെണ്ണായ കല്യാണിക്കുട്ടിയമ്മയെ താലി ചാർത്തി. തന്റെ എല്ലാ സഹനങ്ങളിലും ഉയർച്ചകളിലും പങ്കാളിയും കൂട്ടുമായി നീണ്ടുനിന്ന ദാമ്പത്യബന്ധം. പരാതിയും പരിഭവങ്ങളുമില്ലാത്ത വീട്ടമ്മയാകാൻ മരണം വരെ കല്യാണിക്കുട്ടിയമ്മ ശ്രദ്ധിച്ചു. രാപ്പകലില്ലാത്ത തിരക്കിനിടയിലും K കരുണാകരന്റെ ഭാര്യയായതിൽ അവർ അഭിമാനം കൊണ്ടു. ജനങ്ങൾ ആദരിക്കുന്ന നേതാവിനെ ഭർത്താവായി കിട്ടിയതിൽ അവർ സ്വയം അഭിമാനിച്ചു. മക്കളായ മുരളീധരന്റെയും പത്മജയുടെയും പഠനകാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചത് അമ്മ തന്നെയായിരുന്നു. തിരക്കുള്ള അച്ഛന്റെ വാത്സല്യം അധികമൊന്നും അനുഭവിക്കാൻ അവർക്ക് സാധിച്ചില്ല. പിതാവിന്റെ അഭാവം അറിയിക്കാതെ ഉത്തമയായ വീട്ടമ്മയായി കല്യാണിക്കുട്ടിയമ്മ മക്കളെ വളർത്തി. കല്യാണിക്കുട്ടിയമ്മയുടെ മരണം കരുണാകരനെ വല്ലാതെ ഉലച്ച സംഭവമായിരുന്നു. K കരുണാകരന്റെയും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെയും ചരിത്രത്തിലെ നിർണായക ഏടായിരുന്നു 1967. ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ നിര്യാണത്തെ തുടർന്ന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ഉം CPI-യും മുസ്ലിം ലീഗും RSPയും ഉൾപ്പെട്ട സപ്തമുന്നണി 116 സീറ്റ് നേടി അധികാരത്തിലേറി. കോൺഗ്രസ് കേവലം 9 സീറ്റിൽ ഒതുങ്ങി. 9 അംഗങ്ങളുള്ള കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവായി K കരുണാകരൻ തെരഞ്ഞെടുക്കപ്പെട്ടു. പാർലമെന്ററി ജീവിതത്തിലെ ഒരു പടയോട്ടം അവിടെ തുടങ്ങുന്നു. നിയമസഭയ്ക്കകത്തും പുറത്തും കരുണാകരൻ ആഞ്ഞടിച്ചു. ഇതിനിടെ ദേശീയ തലത്തിൽ കോൺഗ്രസ് പിളർന്നു. 9 അംഗങ്ങളുള്ള കേരളത്തിലെ കോൺഗ്രസ് MLA-മാരിൽ 4 പേർ വിമതപക്ഷത്തേക്ക് മാറി. ഇന്ദിരാഗാന്ധിക്കൊപ്പം ഉറച്ചു നിൽക്കാനാണ് കരുണാകരൻ തീരുമാനിച്ചത്. മരണം വരെ അചഞ്ചലമായ ആ കൂറ് കരുണാകരൻ പ്രകടിപ്പിച്ചു. സപ്തമുന്നണിക്കുള്ളിലെ പടലപ്പിണക്കം സമർത്ഥമായി മുതലെടുത്ത K കരുണാകരൻ 1969 നവംബറിൽ EMS രാജിവെച്ചപ്പോൾ ബദൽ സർക്കാർ ഉണ്ടാക്കാനുള്ള നീക്കത്തിൽ സജീവമായി. C അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി. ഒപ്പം സംസ്ഥാനത്ത് ഒരു ഐക്യമുന്നണിയും പിറന്നു. 4ാം കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യമുന്നണിയെയും കോൺഗ്രസിനെയും K കരുണാകരൻ നയിച്ചു. 69 സീറ്റ് നേടി മുന്നണി അധികാരത്തിലെത്തി. 9-ൽ നിന്ന് കോൺഗ്രസിന്റെ അംഗസംഖ്യ 32 ഉയർന്നു. CPI നേതാവ് C അച്യുതമേനോൻ മുഖ്യമന്ത്രിയും കരുണാകരൻ ആഭ്യന്തരമന്ത്രിയുമായി. സംസ്ഥാന പോലീസ് സേനയെ നവീകരിക്കുന്നതിലായി പിന്നീട് അദ്ദേഹത്തിന്റെ ശ്രദ്ധ. ഒരു വെള്ള ബെൻസ് കാർ, അതിനു പിന്നിലെ സീറ്റിൽ ഒരു ജോഡി തലേണകളും ഒരു പുതപ്പും. K കരുണാകരൻ എന്ന ആഭ്യന്തരമന്ത്രിയുടെ വാഹനം അങ്ങനെ മലയാളികൾക്ക് സുപരിചിതമായി. K കരുണാകരൻ എന്ന രാഷ്ട്രീയ വിശാരദനെ പിന്നീട് പലവട്ടം കേരള രാഷ്ട്രീയം കണ്ടു. AK ആന്റണി അടക്കം കോൺഗ്രസ് വിട്ടുപോയവരെ തിരികെ എത്തിക്കാനും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഉൾക്കൊള്ളുന്ന UDF-ന് രൂപം നൽകാനും ചുക്കാൻ പിടിച്ചത് കരുണാകരനിലെ കൗശലക്കാരനായ രാഷ്ട്രീയ നേതാവായിരുന്നു. 1977 മാർച്ച് 25-നാണ് കരുണാകരൻ ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നത്. എന്നാൽ ഒരു മാസം കഴിയുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി. ലീഡർ എന്ന് കേട്ടാൽ കേരളീയരുടെ മനസ്സിൽ തെളിയുന്ന ഒരേ ഒരു രൂപം K കരുണാകരന്റേതാണ്.
ഒരുപാട് നേതാക്കൾ കടന്നു വന്നെങ്കിലും ലീഡർ എന്ന ആംഗലേയ പദം ആഴത്തിൽ പ്രതിഫലിപ്പിച്ച നേതാവാണ് കെ കരുണാകരൻ. കെ കരുണാകരൻ എന്ന പേരില്ലാതെ കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലം കേരളത്തിൽ ഒരു രാഷ്ട്രീയ ചർച്ചയും നടക്കാറില്ല. പ്രതിയായും വാദിയായും ആശ്രിത വത്സലനായും മലയാളിയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന മറ്റൊരു രാഷ്ട്രീയ രൂപം വേറെ കാണില്ല. ആദ്യം മുതലേ അതിസാഹസികമായിരുന്നു കെ കരുണാകരന്റെ രാഷ്ട്രീയ ജീവിതം. അധികം ആരും അറിയാതെ, അറിയിക്കുവാൻ താല്പര്യപ്പെടാതെ ജ്വലിക്കുന്ന പോരാട്ടങ്ങളിലൂടെയാണ് നാം ഇന്നറിയുന്ന കെ കരുണാകരൻ വളർന്നത്. ജന്മം കൊണ്ട് ജന്മി കുടുംബാംഗമായിരുന്ന കരുണാകരൻ കർണം കൊണ്ട് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ദത്തുപുത്രനായി. കണ്ണൂരിലെ ചിറക്കൽ കോവിലകത്തിന് വെളിപ്പാടകലെയാണ് കരുണാകരൻ ജനിച്ച കണ്ണോത്ത് തറവാട്. 1-ാം ലോക മഹായുദ്ധം കൊടുമ്പിരിക്കൊണ്ട കാലം. 1918 ജൂലൈ 5-ന് കാർത്തിക നക്ഷത്രത്തിലായിരുന്നു കെ കരുണാകരന്റെ ജനനം. അച്ഛൻ കിഴക്കേ കരമ്മൽ തെക്കേഴത്ത് രാവുണ്ണിമാരാർ, അമ്മ കണ്ണോത്ത് തറവാട്ടിലെ കല്യാണി മാരസ്യാർ. ഭക്തിയും ഈശ്വര വിശ്വാസവും മുറ്റിനിന്ന ഗൃഹാന്തരീക്ഷം. കരുണാകരൻ മാതാപിതാക്കൾക്കൊപ്പം മുഴപ്പിലങ്ങാട് താമസിക്കുന്ന കാലത്താണ് മഹാത്മാഗാന്ധിയുടെ മലബാർ സന്ദർശനം. ഗാന്ധിജിയെപ്പറ്റി ഏറെയൊന്നും പഠിച്ചില്ലെങ്കിലും ആ മഹാത്മാവിനെ കാണാൻ കൊച്ചു കരുണാകരന്റെ ഉൾത്തടം തുടിച്ചു. പയ്യന്നൂരിലേക്കുള്ള യാത്രാമധ്യേ എടക്കാട് സ്റ്റേഷനിൽ വന്നു നിന്ന തീവണ്ടിയിൽ നിന്ന് ആരവങ്ങൾക്കിടയിൽ 3-ാം ക്ലാസ് കമ്പാർട്ട്മെന്റിന്റെ വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ട തേജസ്സാർന്ന രൂപം. കരുണാകരൻ എന്ന 11 വയസ്സുകാരൻ ഗാന്ധിജിയെ കണ്ടു. ഗാന്ധിയൻ ചിന്തകളുടെ പൊരുളും അകവും തേടിയുള്ള തീർത്ഥയാത്ര അവിടെ ആരംഭിക്കുകയായിരുന്നു. വിപ്ലവ ചിന്തയും രാഷ്ട്രീയ ബോധവും തലയ്ക്ക് പിടിച്ച ബാല്യകാലം തന്റെ പേരിനൊപ്പമുള്ള ജാതി പേര് കരുണാകരൻ മുറിച്ചു കളഞ്ഞു. പോരാട്ടങ്ങൾ അവിടെ തുടങ്ങുന്നു. വായനയിലും പഠിപ്പിലും ഒരു ശരാശരി വിദ്യാർത്ഥി മാത്രമായിരുന്നു കെ കരുണാകരൻ. പക്ഷേ ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും ചിത്രങ്ങൾ വരച്ച് തന്റെ ഉള്ളിലെ കലാകാരന്റെ സ്വത്വം പ്രകാശിതമാക്കി. അങ്ങനെ തൃശൂർ MITയിൽ ചേർന്ന് ചിത്രകലയിൽ ഡിപ്ലോമ കരസ്ഥമാക്കി. ദേശീയ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊണ്ട നാളുകൾ. തൃശൂരിലെ മണ്ണ് കരുണാകരനിലെ രാഷ്ട്രീയ നേതാവിന് വളക്കൂറുള്ളതായി. വടക്കുംനാഥന്റെ സവിധത്തിൽ നിന്ന്, ശക്തൻ തമ്പുരാന്റെ മണ്ണിൽ നിന്ന് രാഷ്ട്രീയ നേതാവായ കരുണാകരന്റെ ചരിത്രം തുടങ്ങുന്നു. തൃശൂരിലെ പീഡിക തൊഴിലാളികൾക്കിടയിലും സീതാറാം മിൽ തൊഴിലാളികൾക്കിടയിലും അന്തിക്കാട്ടെ ചകിരി തൊഴിലാളികൾക്കിടയിലും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പുത്തൻ ഗാഥകൾ അദ്ദേഹം രചിച്ചു. ഒരു തൊഴിലാളി നേതാവിന്റെ നിശ്ചയദാർഢ്യത്തോടെ പൊരുതുമ്പോഴാണ് രാഷ്ട്രീയ പ്രതിയോഗികളിൽ നിന്ന് ആദ്യ ഗൂഢാലോചനയുണ്ടായത്. തൃശൂരിലെ തട്ടിൽ എസ്റ്റേറ്റ് കേസിൽ കരുണാകരൻ പ്രതി ചേർക്കപ്പെട്ടു. പിന്നെ ഒളിവ് ജീവിതം. 9 വയസ്സായ മകനെയും 8 പൊട്ടും തിരിയാത്ത മകളെയും അടുപ്പിച്ചു നിർത്തി മൂർധാവിൽ ചുംബനം നൽകി ആ പിതാവ് 2 ജോഡി വസ്ത്രങ്ങളുമായി അജ്ഞാതവാസത്തിന് തിരിക്കുകയായിരുന്നു. തുണിസഞ്ചിക്കടിയിൽ സഹധർമ്മിണി കല്യാണിക്കുട്ടിയമ്മ തിരികെ വെച്ച കണ്ണീരിൽ കുതിർന്ന 100ന്റെ നോട്ട് നെഞ്ചോടടുക്കി രാത്രിയുടെ ഏതോ യാമങ്ങളിൽ ഇരുളിന്റെ മറപറ്റി വീട് വിട്ടിറങ്ങിയ കെ കരുണാകരന് പിൽക്കാലത്ത് ഒത്തിരി അഗ്നിപരീക്ഷകളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. പക്ഷേ ആ പീഡന പർവങ്ങൾക്കൊന്നും കെ കരുണാകരൻ എന്ന പോരാളിയെ തകർക്കാനായില്ല. ഭീതിയുടെയും ഒറ്റപ്പെടലിന്റെയും നിമിഷങ്ങളെ പുഞ്ചിരിച്ചുകൊണ്ട് നേരിടാൻ കരുണാകരൻ പഠിച്ചത് അവിടെ മുതലാണ്. 1942 ഓഗസ്റ്റ് 9 രാജ്യമാകമാനം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം അലയടിക്കുന്നു. പ്രജാമണ്ഡലത്തിന്റെ നേതാവായിരുന്ന VR കൃഷ്ണൻ എഴുത്തച്ഛൻ ഉൾപ്പെടെയുള്ളവരെ AICC സമ്മേളനം കഴിഞ്ഞ് മടങ്ങവെ ഒറ്റപ്പാലത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. നേതാക്കളുടെ അറസ്റ്റ് വാർത്ത അറിഞ്ഞതോടെ കെ കരുണാകരൻ ഉൾപ്പെടെയുള്ളവർ ഹർത്താലിന് ആഹ്വാനം നൽകി. ഓഗസ്റ്റ് 15-ന് മണികണ്ഠനാൽ പരിസരത്ത് നിരോധനം ലംഘിച്ച് പ്രതിഷേധ സമ്മേളനം നടത്താൻ പ്രജാമണ്ഡലം തീരുമാനിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ആൽത്തറയിൽ നിന്ന് ഘോരഘോരം പ്രസംഗിച്ച CS നീലകണ്ഠയ്യരെ പോലീസ് ബൂട്ടിട്ട് ചവിട്ടി മെതിച്ചു. ചുറ്റും കൂടിയ ആയിരങ്ങൾ നിശ്ചേഷ്ടരായി. അപ്പോൾ ഉശിരിന്റെ ഉടലായി മിന്നൽ പോലെ കയ്യിൽ മൂവർണ്ണ കൊടിയുമായി ഒരു ചെറുപ്പക്കാരൻ ആൽത്തറയിൽ ചാടിക്കയറി. മഹാത്മാഗാന്ധി കി ജയ്, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം വിളിച്ച ആ ചെറുപ്പക്കാരനെ പോലീസ് കണക്കറ്റ് മർദ്ദിച്ചു. കുഴഞ്ഞു വീണ ആ ചെറുപ്പക്കാരനെ വലിച്ചിഴച്ചുകൊണ്ടു പോകുമ്പോഴാണ് അത് കെ കരുണാകരനാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായത്. 1985 ജനുവരി 1-ന് ലീഡർ എന്ന് കേട്ടാൽ കേരളീയരുടെ മനസ്സിൽ തെളിയുന്ന ഒരേ ഒരു രൂപം കെ കരുണാകരന്റേതാണ്. ഒരുപാട് നേതാക്കൾ കടന്നു വന്നെങ്കിലും ലീഡർ എന്ന ആംഗലേയ പദം
ആഴത്തിൽ പ്രതിഫലിപ്പിച്ച നേതാവാണ് കെ കരുണാകരൻ. കെ കരുണാകരൻ എന്ന പേരില്ലാതെ കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലം കേരളത്തിൽ ഒരു രാഷ്ട്രീയ ചർച്ചയും നടക്കാറില്ല. പ്രതിയായും വാദിയായും ആശ്രിത വത്സലനായും മലയാളിയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന മറ്റൊരു രാഷ്ട്രീയ രൂപം വേറെ കാണില്ല. ആദ്യം മുതലേ അതിസാഹസികമായിരുന്നു കെ കരുണാകരന്റെ രാഷ്ട്രീയ ജീവിതം. അധികം ആരും അറിയാതെ, അറിയിക്കുവാൻ താല്പര്യപ്പെടാതെ ജ്വലിക്കുന്ന പോരാട്ടങ്ങളിലൂടെയാണ് നാം ഇന്നറിയുന്ന കെ കരുണാകരൻ വളർന്നത്. ജന്മം കൊണ്ട് ജന്മി കുടുംബാംഗമായിരുന്ന കരുണാകരൻ കർണം കൊണ്ട് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ദത്തുപുത്രനായി. കണ്ണൂരിലെ ചിറക്കൽ കോവിലകത്തിന് വെളിപ്പാടകലെയാണ് കരുണാകരൻ ജനിച്ച കണ്ണോത്ത് തറവാട്. ഒന്നാം ലോക മഹായുദ്ധം